നമസ്കാരം. പത്രങ്ങൾ തുറന്നാൽ ഇപ്പോൾ ഈ പീഡനം, മീട്ടു ഇങ്ങനെയുള്ള കഥകളൊക്കെ ആലോചിച്ചാൽ ഒരു ദൈനംദിനം നടക്കുന്ന സംഭവവികാസങ്ങളായി മാറുന്നു. ചാനലുകളിൽ ചർച്ചയും ഏറെക്കുറെ ഇതൊക്കെ തന്നെ. ഇപ്പോൾ ആണ് കുറച്ച് ദിവസമായിട്ട് ഈ മയക്കുമരുന്നിൻ്റെ ചർച്ച മാത്രം നടക്കുന്നത്. ഓരോ പീഡന കഥയും പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന ആദ്യ ദിനത്തിലെ അവസാനത്തെ ഒരു വരി കാണാം. നിങ്ങൾ ഏത് പത്രം എടുത്ത് നോക്കും, അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ എടുത്ത് നോക്കും, അതിലെല്ലാം ഈ പീഡന കഥയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ചർച്ചകളും വർത്തമാനങ്ങളും റിപ്പോർട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ അവസാനം ഒരു വരി കാണും. സംഘത്തിന് പുറകിൽ ചില സിനിമ സീരിയൽ നടീനടന്മാർ ഉണ്ട് എന്ന് സംശയിക്കുന്നു. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സീരിയലിലോ സിനിമയിലോ ഉള്ള നടനോ നടിയോ കുരുങ്ങും എന്ന് പറഞ്ഞായിരിക്കും ആ പീഡന കഥ അവസാനിക്കുന്നത്. നാട്ടിൽ ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയും പോലെ എവിടെയെങ്കിലും ഒരു പീഡന കഥ നടന്നാൽ അതിൽ സിനിമാക്കാരനെ കൂടെ കണക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, സിനിമാക്കാർ മുഴുവൻ മാന്യന്മാരാണോ എന്ന് ചോദിക്കും. അല്ല, ഒരിക്കലും അല്ല. പക്ഷേ എന്നാലും പല പീഡന കഥകളിലും സിനിമാക്കാരോ സീരിയലുകാരോ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സെൻസേഷൻ കൂട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയും, ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ സീരിയലിലെയോ സിനിമയിലെയോ ഒരു നടനോ നടിയോ അകത്താകും എന്ന് പറഞ്ഞായിരിക്കും ആ മാറ്റർ അവസാനിക്കുന്നത്. മിക്ക വാർത്തയും വന്ന പോലെ അങ്ങ് പോകും. പക്ഷേ സിനിമയും സീരിയലുമൊക്കെ പീഡനത്തിൻ്റെ വരാന്തയാണെന്ന ഇമേജ് കടുപ്പിച്ച് വരച്ചിട്ടാണ് ഓരോ വാർത്തയും അപ്രത്യക്ഷമാകുന്നത്. നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കൂ. ഓരോ വാർത്തയും അവസാനിക്കുന്നത് ആ പീഡനത്തിൽ സിനിമാക്കാരെ അല്ലെങ്കിൽ സീരിയലുകാരെ തളച്ചിട്ടിട്ട് തന്നെയാണ്. സിനിമാക്കാരുടെ തന്നെ അയലത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഒരു അയഞ്ഞ ലോകമാണ്. ആ അയഞ്ഞ ആയതുകൊണ്ടായിരിക്കണം. കാരണം ഒരുപാട് കാശ് വരുന്നു, പേരും പ്രശസ്തിയും വരുന്നു, ഇന്നലെകൾ മറന്നു പോകുന്നു. അപ്പോൾ ഇവരിതൊക്കെ ചെയ്ത് കാണും എന്ന് പൊതുജനം വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുറഞ്ഞ മുടക്കിൽ പണവും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഭാഗ്യാന്വേഷികളുടെ തള്ളിക്കയറ്റത്തിൽ ലോകത്തിൻ്റെ സദാചാര ബലത്തെ ചിലപ്പോൾ ഇത് ന്യായീകരിക്കാൻ തോന്നുന്നതാവാം എന്നും നമുക്ക് തോന്നാം. അങ്ങനെയൊക്കെയാണ് ഈ പല വാർത്തകളും കേൾക്കുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. ദയനീയ കഥകൾ ഏറെ കിട്ടും സിനിമയുടെ പിന്നാമ്പുറങ്ങൾ തിരഞ്ഞാൽ. അതൊരു സത്യമായ കാര്യമാണ്. കണ്ണീരിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ദയനീയമായ എത്ര കഥകൾ വേണമെങ്കിലും സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലേറ്റവും അധികം വീഴ്ച പറ്റിയിട്ടുള്ള സ്വാഭാവികമായും സ്ത്രീകൾക്ക് തന്നെയാണ്. ഈ കണ്ണീർ കഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുരുഷനെ ചതിച്ചത് വളരെ കുറവാണ്. പക്ഷേ സിനിമയിലെ സ്ത്രീകളെ ചതിച്ച കഥ, വഞ്ചിച്ച കഥ, അവരുടെ ചാരിത്രം കവർന്നെടുത്ത കഥ, ഇതൊക്കെ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അവർക്ക് തന്നെയാണ് നഷ്ടമുണ്ടാകുന്നത്. സിനിമയുടെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്ന് ഒന്നുമാകാതെ പോകുന്ന ഒരുപാട് ഹതഭാഗ്യരുണ്ട്. നാളത്തെ മഞ്ജു വാര്യരാവാം, നാളത്തെ കാവ്യമാധവനാകാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹണി റോസാവാം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി ചതിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. നാട്ടിലും വീട്ടിലുമൊക്കെ ഭാവി കൊട്ടി ആഘോഷിച്ചിട്ട് പിന്നീട് പതർച്ച പറ്റുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പിടിവിട്ട് പോകുന്നവരുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ക്രീൻ ടെസ്റ്റിന് പോയിട്ട് എന്നെ മറ്റേ പടത്തിലേക്ക് സെലക്ട് ചെയ്തു കേട്ടോ, ഞാനാണ് ഫഹദ് ഫാസിലിൻ്റെ അടുത്ത പടത്തിലെ നായിക, അല്ലെങ്കിൽ ഞാനാണ് ടൊവിനോയുടെ നായിക എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നടക്കുകയും മിക്കവാറും അവരുടെ കയ്യിലുള്ള കാശും അവരുടെ ചാരിത്രവും ഒക്കെ കവർന്നെടുത്ത ശേഷം ചിലപ്പോൾ പിന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ ചതിക്കപ്പെട്ടു നാട്ടുകാരുടെ മുന്നിലൊക്കെ നമ്മളിത് പറഞ്ഞു പോയല്ലോ എന്ന് തോന്നുമ്പോൾ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് വഴിവിട്ട് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിൻ്റെ കഥകളുണ്ട് മലയാള സിനിമയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ കാണാൻ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട് ആ ചതിയുടെ കഥ പറയാൻ. ചെന്നൈയിലെ ചില നടികൾ പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. 2-3 സിനിമകളിൽ അഭിനയിച്ച് ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തമിഴക മന്ത്രിയുടെയോ പ്രശസ്തനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഓഫീസിൽ നിന്ന് ഒരു വിളി വരികയോ അല്ലെങ്കിൽ അയാളുടെ എർത്തായ ഒരാൾ അന്വേഷിച്ച് വരികയോ ചെയ്യും.
അവർ പറയുന്ന ഓഫർ ഇഷ്ടമുള്ള സ്ഥലത്താകാം. അത് ഹൗസ് ബോട്ടിലാവാം, ഗസ്റ്റ് ഹൗസിലാവാം, ബാംഗ്ലൂരിലാവാം, ഗോവയിലാവാം, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പറക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് UAE പോകാം, വിദേശത്ത് എവിടെ വേണോ പോകാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ദ്വീപുകളുണ്ടല്ലോ പോകാൻ പറ്റിയ ദ്വീപുകൾ. അങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ എൻ്റെ കരിയർ കൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ഉഴപ്പിന്ന് വെച്ചോളൂ. ഉഴപ്പിന്ന് വെച്ചാൽ പിന്നെ സംഭവിക്കുന്ന പിറ്റേ ദിവസം പോലെ സംഭവിക്കുന്നത്, ഈ നടി ചെന്നൈ പട്ടണത്തിൽ താമസിക്കുന്ന വീട്ടിലെ കറണ്ട് പോകും, പിന്നെ കറണ്ട് വരികയില്ല, അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം ലോക്കാവും. കാരണം അവിടുത്തെ തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും ചിന്ന വീട് സെറ്റപ്പ് ഉണ്ട്. ആ ചിന്ന വീട് സെറ്റപ്പ് എന്ന് പറയുന്നത് രണ്ടാം ഭാര്യ എന്നല്ല അവിടെ പറഞ്ഞത്, ചിന്ന വീട് സെറ്റപ്പാണ്. നമ്മളെ മുഖ്യമന്ത്രി കരുണാനിധിക്ക് പോലും ചിന്ന വീട് സെറ്റപ്പ് ഉണ്ട്. അദ്ദേഹത്തിന് 2-3 ഭാര്യമാരുണ്ടായിരുന്നല്ലോ. തമിഴിൽ കാശും അംഗബലവും വന്നു കഴിഞ്ഞാൽ ചിന്ന വീട് സെറ്റപ്പ് ഇല്ലെങ്കിലാണ് അവനൊരു കിഴങ്ങനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവർക്കും, ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമയിൽ അഭിനയിച്ച തെലുങ്കത്തിയോ തമിഴത്തിയോ ആയ കുറേ നടിമാരെ നിങ്ങൾ ഓർത്തു നോക്കും. ഇവരൊക്കെ ആരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് നോക്കും. അവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് തമിഴക രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു വിടുവായനായിരിക്കും. അതിലൊന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയി കുറച്ച് ദിവസം നന്നായിട്ടൊക്കെ ജീവിക്കും. അത് കഴിയുമ്പോൾ യവൻ്റെ നിന്ന് ചിലപ്പോൾ കോടികളോ ലക്ഷങ്ങളോ അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർ സുഭിക്ഷമായി ജീവിക്കും. സിനിമയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ചിലർ ചതിയിൽപ്പെട്ട് 2-3 കുട്ടികളുമൊക്കെ ആയ ശേഷം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ചിലർ സീരിയലിലേക്ക് അഭിനയിക്കാൻ പോകും, ഇല്ല എങ്കിൽ വ്യഭിചരിക്കാൻ ഇറങ്ങും. മുൻ നടി എന്നുള്ളതുകൊണ്ട് ഇന്ന പടങ്ങളിൽ മമ്മൂട്ടിയുടെ നായികയായിരുന്നു, മോഹൻലാലിൻ്റെ നായികയായിരുന്നു, തമിഴിൽ പ്രഭുവിൻ്റെ നായികയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ കിട്ടുന്നവരായതുകൊണ്ട് അത് വെച്ചിട്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേര് മദ്രാശിയിലുണ്ട്. നിങ്ങളതൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള കുറേ നായികമാരുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇവരൊക്കെ ആരെയാണ് കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ വഴങ്ങാത്തവരുടെ വീടുകളിലാണ് ഈ കറണ്ടും പോണത്, വെള്ളമൊക്കെ പോണത്. അതൊക്കെ ലോക്ക് ചെയ്ത് കളയും. കേരളത്തിൽ ഈ പ്രവണത തീർച്ചയായിട്ടും കുറവാണ്. അത് നമുക്ക് അഭിമാനത്തോടെ പറയാം. കാരണം കേരളത്തിൽ എന്തെല്ലാം പോക്കൃത്തനം കാണിച്ചാലും ശരി, ഒരു ഭാര്യ 1-2 പേരൊക്കെ ഉള്ളെന്നേ, ഒരു വിരലെണ്ണാവുന്നവരേ ഉള്ളൂ ചിന്ന വീട് സെറ്റപ്പ് വച്ചിരിക്കുന്നവർ. ബാക്കിയെല്ലാം ഒരു ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നല്ല കുടുംബനാഥനായി കഴിയും. എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ പുറത്ത് കാണിച്ചാലും ഭാര്യയും മക്കളുമായിട്ട് കുടുംബമായി കഴിയുന്നവർ തന്നെയാണ് മലയാള സിനിമയിൽ ഭൂരിപക്ഷം. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് മലയാള സിനിമാക്കാരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ അഭിനന്ദിക്കാം. സിനിമയുടെ ജ്വലിക്കുന്ന സൗന്ദര്യം മാത്രം കണ്ട് പറന്നു വരുന്നവരുണ്ട്. അങ്ങനെയാണ് ഈ ചതിയിൽപ്പെടുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കളിയാക്കുകയാണെന്ന് പറയരുത്, ഒരു വാടക വീടിൻ്റെ 2ാമത്തെ നിലയിൽ താമസിച്ചിരുന്ന കാലത്താണ് മഞ്ജു വാര്യരെ സല്ലാപത്തിന് വേണ്ടി ലോഹിതദാസും സുന്ദർദാസും പോയി കാണുന്നത്. അവരെ ആ വാടക വീട്ടിൽ വെച്ച് കണ്ട് സെലക്ട് ചെയ്ത് പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദിലീപിനെ നിർത്തി ചുവരിൽ അയാൾ എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ള വരച്ചിട്ടിട്ട് ദിലീപിനെ മാറ്റിയ ശേഷം മഞ്ജു വന്നപ്പോൾ മഞ്ജുവിനെ നിർത്തി നോക്കി ദിലീപിൻ്റെ ജോഡിയാവാൻ കറക്റ്റാണെന്ന് പൊക്കമൊക്കെ നോക്കി. ശരിയാണ്. അങ്ങനെയാണ് സല്ലാപത്തിൽ തുടക്കം കുറിക്കുന്നത്. സല്ലാപത്തിലല്ല, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിരിക്കുന്ന ഡയറക്ടർ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. ഡേവിഡ് കാച്ചപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. എങ്കിലും സല്ലാപം വഴിയാണല്ലോ നമ്മൾ മഞ്ജുവിനെ അറിഞ്ഞത്. അപ്പം മഞ്ജു വാര്യർ 1 കോടി രൂപയുടെ കാറിൽ അല്ലെങ്കിൽ 5 കോടി രൂപയുടെ കാറിൽ യാത്ര ചെയ്യുന്നു. വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ AC കാർ വന്ന് നിൽക്കുന്നു. പേരും പ്രശസ്തിയും ബ്രാൻഡ് അംബാസഡറും സ്റ്റേജ് ഷോയും ഒക്കെ ആയിട്ട് മഞ്ജു ഇങ്ങനെ ഒരു പ്രസ്ഥാനമായി വളരുന്ന കാണുമ്പോൾ, കല്യാണം കഴിച്ചൊരു കുട്ടിയായ ശേഷം 10-15 വർഷം കഴിഞ്ഞ് വീണ്ടും ഫീൽഡിൽ വന്നപ്പോഴും മഞ്ജു ഒരു താരമായി നിൽക്കുമ്പോൾ എല്ലാവർക്കും റോൾ മോഡൽ എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. പക്ഷെ അങ്ങനെ മഞ്ജു വാര്യരാകാൻ ഇറങ്ങി തിരിച്ച് ചിറകരിഞ്ഞും ചിറക് കരിഞ്ഞുമൊക്കെ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എന്നെ പലരും വന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അവസരങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുന്നവർ സിനിമയിൽ ധാരാളമുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. ഇപ്പോൾ അതൊന്നുമില്ല, മീട്ടുവും കേട്ടുവും ഒക്കെ വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ചിലർ വാചകം അടിക്കും. അല്ല, ഉണ്ട്. സിനിമയിൽ ചാരിത്രങ്ങൾക്ക് വില പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പൊസിഷനിലെത്താൻ നാളത്തെ മഞ്ജു വാര്യരാവാനുള്ള അവസരം നിങ്ങൾക്ക് ഈ പടത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കി തരാം, പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ് നശിപ്പിച്ച ഒരുപാട് കണ്ണീരിൻ്റെ കഥകൾ
ചതിയുടെ കഥകൾ സിനിമയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പലതും എനിക്ക് പറയാൻ കഴിയില്ല, അതാണ് പ്രശ്നം. എനിക്ക് ചില വേന്ദ്രന്മാരെ കാണുമ്പോൾ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് ഭയങ്കര ഭക്തനായിട്ട് മാന്യനായിട്ടൊക്കെ നിൽക്കുന്ന സിനിമയിലെ ചിലരെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എടാ മെനഞ്ഞാന്ന് നീ എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലെ നമ്മുടെ വലിയ സ്റ്റുഡിയോയിൽ കേരളത്തിലൊരു വലിയ വ്യവസായ പ്രമുഖൻ്റെ മകൾക്കൊരു വേഷത്തിന് വേണ്ടി നീ ഇങ്ങനെ ഒരു താരത്തിന് കൂട്ടിക്കൊടുത്തവനല്ലേടാ എന്ന് ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട്. കാരണം എനിക്ക് വ്യക്തമായി തെളിവുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൻ്റെ വർത്തമാനമൊക്കെ കേട്ടാൽ അവനെപ്പോലെ ഒരു സത്യസന്ധനില്ല എന്ന് തോന്നും. ശരിക്കും ഒരു സത്യപാലനാണെന്ന് തോന്നും. ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഷൈനികം മയക്കുമരുന്ന് ഉപയോഗിക്കും നിങ്ങളുടെ ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാചമടിക്കുന്നുണ്ട് ഒരുത്തൻ. മലയാളത്തിലെ മനോഹരമായ പിമ്പാണത്. എന്നിട്ട് അവൻ വലിയ വായിൽ വർത്തമാനം പറയാൻ തുടങ്ങി ഞാൻ ഒരുപാട് പറയേണ്ടി വരും. പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, കേസും വഴക്കും പോക്സോ കേസും ഒക്കെ ആവും. ഇപ്പം തന്നെ ആവശ്യത്തിലധികം ഉണ്ട്. സിനിമയിൽ തീർച്ചയായിട്ടും ശരീരങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വലിയ വലിയ താരങ്ങൾക്കും വലിയ സംവിധായകർക്കും വലിയ തിരക്കഥാകൃത്തിനും വലിയ നിർമ്മാതാവിനും ഒക്കെ പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവർ ഇപ്പോഴും വർത്തമാനകാല മലയാള സിനിമയിലുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് പറയാം. എന്തായാലും മഞ്ജു വാര്യരാകാൻ ഇറങ്ങിത്തിരിച്ച് ജീവിതത്തിൽ നശിച്ചവരുടെ കഥ പറയാൻ തുടങ്ങിയാൽ ഒരു 10 എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ സ്വപ്ന സമാനമായ മോഹന വാഗ്ദാനങ്ങളാണല്ലോ ഈ പറയുന്ന കുറിയന്മാരൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് അതും ഒരു മിനിമം യോഗ്യത പോലും ഇല്ലാത്തവന്മാരാണ് ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ഒരു നിർമ്മാതാവ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു സംവിധായകൻ പറഞ്ഞാൽ മനസ്സിലാക്കാം, നിന്നെ ഞാൻ നായികയാക്കാം, നാളത്തെ മഞ്ജു വാര്യരാക്കാം, ഞാനാണ് ഉറപ്പ് വരുന്നത് എന്നൊരു തിരക്കഥാകൃത്ത്, ഇപ്പോൾ ലോഹിതദാസിനെ പോലെ തിരക്കഥ എഴുതാൻ അറിയാവുന്ന ഒരാൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് യാതൊരു യോഗ്യതയുമില്ലാത്ത മാമാപ്പണി മാത്രം ചെയ്യുന്നവനാണ് ഈ പെൺകുട്ടികളെ വീഴ്ത്തുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് ഓരോരുത്തർക്ക്. കാരണം ഇവൻ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇവൻ ഭയങ്കര അന്തസ്സായിട്ട് നടക്കും. ഞാനാണ് ആദ്യമായിട്ട് ഈ കുട്ടിക്ക് ആദ്യത്തെ ചാൻസ് വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ വാചം അടിക്കും. ഇപ്പം മലയാള സിനിമയിൽ വരുന്ന പെൺകുട്ടികൾ ഇവിടുത്തെ അവസ്ഥകളെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നല്ല ധനസ്ഥിതിയുള്ള വീടുകളിൽ നിന്ന്, നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല സാമൂഹ്യ എന്താ പറയുക സമൂഹത്തിൻ്റെ മാന്യതയുള്ളവർ, അല്ലെങ്കിൽ മികവുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ ഒക്കെയാണ് ഇപ്പോൾ സിനിമയിൽ വരുന്ന നായികമാർ. പഴയതുപോലെ എന്താ പറയുക ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ശരീരം കൊടുക്കാൻ നടക്കുന്ന തരത്തിലുള്ളവരില്ല എന്ന് തന്നെ പറയാം. നല്ല കുട്ടികളാണ്, നല്ല എഡ്യൂക്കേറ്റഡായ കുട്ടികളല്ലേ ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു വരുന്നത്, നല്ല കാശുള്ള നല്ല വിദ്യാഭ്യാസമുള്ള. ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നത് ഇതൊന്നും അല്ല സത്യത്തിൽ. ഞാൻ പറയാൻ വന്നത് പറയാമോ എന്ന് പോലും ഞാൻ 100 വട്ടം ആലോചിച്ചു. എന്നെ ദുബായിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിക്കും. ഞാൻ നേരി കണ്ടിട്ടില്ല, കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹം. അടുത്ത മാസം ലീവിന് വരും. ലീവിന് വരുമ്പോൾ എന്നെ തീർച്ചയായിട്ടും കാണാൻ വരാം. ദിനേശ് ഒരു 20 കോടി രൂപയൊക്കെ വേണമെങ്കിൽ ദിനേശിന് വേണ്ടി മുടക്കാൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ വിചാരിച്ച് നടക്കും. ഒരു പ്രശ്നമില്ല, നമുക്ക് ചെയ്യാം. 10-40 വർഷമായിട്ട് അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹം എന്നോട് കുറേ കഥകൾ പറഞ്ഞു. ദിനേശ്, നിങ്ങൾ ഈ പെൺവിഷയത്തിലൊന്നുമില്ല, നിങ്ങൾ മദ്യപിക്കില്ല, നോൺ കഴിക്കില്ല, നിങ്ങൾ സിനിമയ്ക്ക് പറ്റിയ ഒരാളൊന്നുമല്ല. ഞാനിതെല്ലാം അനുഭവിക്കുന്ന ആളാണ് ദിനേശ്. എന്നിരുന്ന് ഞാനൊരു ബോറണമൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ സിനിമാ രംഗത്ത് നടക്കുന്ന എന്തൊക്കെയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഗൾഫിലേക്ക് വരും, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എല്ലാം വ്യഭിചാര കഥകളാണ്. ഞാൻ ചോദിച്ചു, ഇതിന് ഏതെങ്കിലുമൊക്കെ തെളിവുകൾ നിങ്ങളിലുണ്ടോ? ദിനേശ്, അതൊരു ചതിയല്ലേ, നമ്മൾ സ്നേഹം കൂടുമ്പോൾ എടുക്കുന്ന പടമൊക്കെ ദിനേശിന് തരുന്നത് ശരിയല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസിദ്ധീകരിക്കൊന്നുമില്ല, അത് വേണ്ട, ഞാൻ ആളെയൊക്കെ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ 1% പോലും കള്ളവും പറയില്ല ദിനേശ്. പക്ഷേ ഗൾഫിൽ ശരീരക്കച്ചവടം നടത്തുന്ന ഭൂരിപക്ഷവും മലയാളത്തിലെ സിനിമാ സീരിയൽ രംഗത്തുള്ളവരാണ് ദിനേശ്. ഞാൻ ആ കഥ ഇങ്ങനെ ആലോചിച്ചു, ചെയ്യണോ വേണ്ടേ. കാരണം ഇവിടെ സദാചാര പാലകരായി നടക്കുന്ന വിവരദോഷികളായ അല്ലെങ്കിൽ സദാചാര ലംഘനം നടത്തി ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സദാചാര പാലകർ സിനിമയിൽ. അവർ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കും എൻ്റെ പേരിൽ. എനിക്ക് ഒന്നാമതിപ്പോൾ തന്നെ പോക്സോ കേസ് അടക്കമുണ്ട്, കമൽ കൊടുത്തൊരു കേസ്. അപ്പോൾ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം. ഒരു സ്ത്രീയോട് പോലും നോട്ടം കൊണ്ട് പോലും മോശമായി ഇങ്ങനെ ഒരു ആക്കൽ പോലും ഞാൻ ജീവിതത്തിൽ 10-38 വർഷം സിനിമയിൽ നിന്നിട്ട് ചെയ്തിട്ടില്ല.
കാരണം ഞാൻ സിനിമയിൽ വരുന്ന എന്താ പറയുക, ആദ്യ സിനിമ ഊഴമാണ്. അപ്പോൾ പുറത്തു വന്ന പടം ഊഴമാണ്. ഊഴത്തിൽ നായിക പാർവതിയാണ്. പാർവതിയാണെങ്കിൽ ശരി, അതിൽ മുകേഷിൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കാൻ വന്നൊരു പുതുമുഖം പെൺകുട്ടിയായാലും ശരി, പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ പുറപ്പാടിൽ 10-400 ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ 200ഓളം പേര് സ്ത്രീകളാണ്. അതിൽ പല പ്രായക്കാർ, ഒരു 5-6 വയസ്സ് മുതൽ 10-80 വയസ്സ് വരെയുള്ള സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീയോട് പോലും ഒരു സഹോദരിയോട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അമ്മയോടെന്നുള്ള രീതിയിൽ, ഒരു ചേച്ചിയോടെന്നുള്ള രീതിയിൽ അല്ലാതെ ഞാൻ പെരുമാറിയിട്ടില്ല.